ഹായ്. നമ്മളപ്പം വീട്ടിൽ പോർച്ചിൻ്റെയും കോർട്ട്യാർഡിൻ്റെ ഒക്കെ വർക്ക് ബാലൻസ് വെച്ചിരുന്നു. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം, അവരെ വർക്ക് എങ്ങനെയുണ്ട് നോക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ അത് അവർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞും കൊടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും ഇതിനൊക്കെ വന്നതാണ്. അങ്ങനെ ഇലക്ട്രീഷ്യന്മാരും ഉണ്ട്, അവരോട് വേഗം പണി തീർത്ത് തരാനും എന്നിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ്ങാരെ വിളിക്കാനും. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇത് മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. കോർട്ട്യാർഡ്, പോർച്ച് ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പോർച്ചിൻ്റെയും കോർട്ട്യാർഡിൻ്റെ ഒക്കെ പണി നടക്കുകയാണ് കേട്ടോ. പണിയെടുക്കുന്നത് നമ്മളെ നിലാക്കോട്ടുള്ള സേഫും ഇരുമ്പുമാണ്. സേഫോ ഒന്ന് ഹായ് പറഞ്ഞ. സേഫാണ് കേട്ടോ. ഇതുപോലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ വർക്കുകളും ഒരു നല്ല പണിക്കാരാണ്. അല്ലാതും ഇവിടെ ഉള്ളവർക്കൊക്കെ അടുത്ത് നിങ്ങളെല്ലായിടത്തും പോയി എടുക്കൂലേ പണി? ഒരു എല്ലായിടത്തും പോയി എടുക്കലുണ്ട് പണി. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഏട്ടാ ഒരു ഐഡിയകളാണ് ഇതൊക്കെ കേട്ടോ. ജാളി വർക്കൊക്കെ കൊടുക്കുകയാണ്. സേഫുണ്ട്, അജിത്ത്, ഷെരീഫ്, ഫാറൂഖ് ഇവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു സൈഡ് ജാളി കൊടുത്തിട്ടാണ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ജാളി കൊടുക്കുകയാണ്. അതാണ് നമ്മളെ പോർച്ചിൻ്റെ ഒക്കെ ഐഡിയ. മലാക്കോട്ടയാണ് കേട്ടോ അവരെ. ആ കമ്പനിക്ക് വല്ല പേരും ഉണ്ടോ? ആംബിഷൻ വേൾഡ് എന്നാണല്ലോ ഒരു ഇൻഡസ്ട്രിയൽ. പിന്നെ ഇത് അലൂമിനിയം ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാ വർക്കും ഡെക്കറേഷൻ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യൂല്ലേ നിങ്ങൾ? എന്ത് ഇൻറ്റീരിയർ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ഇൻഡസ്ട്രിയൽ വർക്കുകളാണ്. അതേപോലെ ഗ്ലാസ് വർക്കുകളൊക്കെയാണ് ഇവർ ചെയ്തത്. ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുകയാണ് കേട്ടോ. ബാബും പ്രദീപ്, ആളെ പേരറിയില്ല. എൻ്റെ പേരെന്താടാ? ഉണ്ണിയുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുകൾ അവർ ഇതൊക്കെ ഫിറ്റ് ചെയ്യലും. ഇതാണ് കേട്ടോ ചെയ്തുകൊണ്ട് വരുന്നത് ജാളി വർക്കൊക്കെ. അവിടുന്ന് പോന്നു കേട്ടോ. ഓട്ടോ അത്തിപ്പാളി വരെ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് നടക്കേണ്ടി വന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു പോന്നു. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ചെന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ഫുഡ് വിശക്കണമുണ്ട്. ഞാൻ 2 പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു, ഒരു ബോണ്ടയും ഒരു സുഗീനും ഒക്കെ. അപ്പോൾ ചായ ഉണ്ടാക്കി ആദ്യം അത് കഴിച്ചിട്ട് പിന്നെ അടുത്ത പണി നോക്കാം. കുറച്ച് സ്റ്റിച്ചിങ് വർക്ക് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് അധികമൊന്നും അവിടെ നിന്നിട്ടില്ല. കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വന്ന് വേഗം പണിയെടുക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ പോകുന്നതാണ്. അപ്പോൾ ബൈ, അങ്ങനെ ഇനി പിന്നെ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വിയർത്തിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വന്നു. അവിടെ അത്തിപ്പാടി വരേ ഉള്ളൂ ബസ്സും ഓട്ടോയൊക്കെ വരിക. അവിടുന്ന് കേട്ട് നമ്മൾ
ബാക്കി നടന്നു. വരുമ്പോൾ 2 പലഹാരവും വാങ്ങി. കണ്ടോ, ഒരു ഉണ്ടയും ഒരു സുഖീനുമാണ് കേട്ടോ. പോണ്ട. പിന്നെ അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് സാവകാശം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം അല്ലേ. ഓക്കേ, ഇത് 2 വാങ്ങി. ഒരെണ്ണം ഞാനും മോളും അല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 ആൾക്കുള്ള ഓരോന്ന് കഴിച്ചിട്ട് അങ്ങനെ നോക്കാം ബാക്കി പണി.